ഭ്രമയുഗം ദി ഏജ് ഓഫ് മാഡ്നസ്. ഈ സിനിമയുടെ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലുള്ള ഒരു സംഭവം തന്നെയായിരുന്നു പടം. മാഡ്നസ് തന്നെയായിരുന്നു. കാരണം നമ്മളെ കൊണ്ട് നിർത്തിവെച്ചിട്ടുള്ള ഓരോ പോയിന്റുകൾ ആ മനയ്ക്കുള്ളിൽ നമ്മളെ കയറ്റി വിട്ടിട്ട് അവിടെ നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു എന്ന് തന്നെ പറയാം. ഒരു 100% എന്താണോ ഞാൻ പ്രതീക്ഷിച്ചു പോയത് അത് തന്നെ എനിക്ക് ഡെലിവർ ചെയ്ത് കിട്ടി ഈ സിനിമയിൽ നിന്ന്. രാഹുൽ സദാശിവൻ, വൺ ഓഫ് ദ പ്രോമിസിംഗ് ഡയറക്ടേഴ്സ് ഓഫ് മലയാളം സിനിമ. 3 സിനിമകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ടാലന്റ് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. ഇനിയും ഇതുപോലുള്ള കിഡിലൻ ഐറ്റംസ് ആയിട്ട് വരാൻ പറ്റട്ടെ. നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ആണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് അവര് മലയാളത്തിലുള്ള ആദ്യത്തെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു സിനിമ. ആൻഡ് ഇത് ഈ ഒരു ബാനറിൽ, ഈ ഒരു പ്രൊഡക്ഷൻ ബാനറിൽ വരുന്ന സിനിമകളൊക്കെ ഒരു ഹൊറർ ബേസ്ഡ് മൂവീസ് ആയിരിക്കും അവർ റീസെന്റ് പറഞ്ഞിരുന്നു. ആൻഡ് അതുപോലുള്ള കിഡിലൻ ഐറ്റംസ് ഇനിയും വരട്ടെ. ഈ സിനിമയുടെ മൊത്തം ടെക്നിക്കൽ സൈഡ്, ഏത് സൈഡ് എടുത്താലും അവരൊക്കെ അവരുടെ മാക്സിമം എഫേർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും. ഈവൻ മ്യൂസിക് ആയാലും ക്രിസ്റ്റോ സേവിയർ ആണ് മ്യൂസിക്. ഇതിൽ പാണൻ പാട്ട് യൂസ് ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ ഒരു നാഗങ്ങളുടെ ആ ഒരു മ്യൂസിക് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ളതൊക്കെ വളരെ നല്ലൊരു ഫീൽ ആയിരുന്നു. ആ മനയുടെ ഉള്ളിലേക്ക് ഓരോ കോർണറിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ 17-ാം നൂറ്റാണ്ടിൽ തെക്കൻ മലബാറിൽ നടന്നിട്ടുള്ള ഒരു സ്റ്റോറിനെ വളരെ ആ ഒരു ഹൊറർ സ്റ്റോറി നമ്മൾ വായിക്കുന്ന, അല്ലെങ്കിൽ ഒരു മുത്തശ്ശി നമുക്ക് കഥ പറഞ്ഞു തരുമ്പോൾ നമ്മളത് ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്ന ആ ഒരു വൈബിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. ആൻഡ് പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ 5 ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത്. ഈ 5 ക്യാരക്ടേഴ്സും കിടിലനായിട്ട് ചെയ്തു. അറിയാലോ ആദ്യത്തെ ആളാരാന്ന്? അറിയാലോ, മമ്മൂട്ടിയാണ് എന്നേ പറയാനുള്ളൂ. കാരണം അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ് നമ്മുടെ മനസ്സിലില്ലേ, അതിലേക്ക് ഒരു ക്യാരക്ടേഴ്സിനെ കൂടി എടുത്തു വെച്ചോ, കൊടുമൺ പോറ്റി. ആ ക്യാരക്ടറിന്റെ ഇൻട്രൊഡക്ഷൻ തൊട്ട് കേൾക്കും ശരിക്കും ഒരു റൊമാൻറ്റിഫിക്കേഷൻ ആണ് ക്യാരക്ടറിന്റെ കാര്യം പറയുമ്പോൾ. കാരണം ഇൻട്രൊഡക്ഷൻ തൊട്ട് ത്രൂ ഔട്ട് പടം അവസാനിക്കുന്ന ഒരാൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരു പെർഫോമൻസ് പറയാണ്ട് വയ്യ. കാരണം ആ ക്യാരക്ടർ വന്നിരിക്കുന്നതും നിൽക്കുന്നതും ചിരിക്കുന്നതും അല്ലെങ്കിൽ ആ ഒരു പകിട കളിക്കുന്നതായിട്ടുള്ള ഒരു സീൻ ഉണ്ട്. ഈ സീനുകളിലൊക്കെ ആ ക്യാരക്ടറിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് നമുക്ക് പോലും പിടിതരാത്ത രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. അതിന്റെ വോയിസ് മോഡുലേഷന് ഒരു രക്ഷയില്ല. കാരണം വോയിസ് മോഡുലേഷനിൽ ആ ഒരു പ്രായം ചെന്ന ആളുടെ ശരീരപ്രകൃതവും അല്ലെങ്കിൽ മാനറിസംസ് ഒക്കെ കൊണ്ടുവന്ന് കറ പിടിച്ച പല്ലുകളൊക്കെ ആയിട്ടുള്ള ഒരു ചിരിയിലും ഇരുത്തത്തിലും അല്ലെങ്കിൽ ആ ഒരു ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഉറങ്ങി പോകുന്ന ഒരു അവസ്ഥയും അങ്ങനെയൊക്കെ കാണിച്ചതൊക്കെ ശരിക്കും ഇത് മമ്മൂട്ടിയല്ല, കൊടുമൺ പോറ്റി എന്ന് പറഞ്ഞ ഒരാളെ തന്നെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. ശരിക്കും ആ ഒരു മനയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇറങ്ങി പോരാത്ത വിധം, അല്ലെങ്കിൽ നമ്മളും അവിടെ പെട്ടുപോയൊരു അവസ്ഥയിലാണ് ശരിക്കും ഇപ്പോഴും. ഈ പടം കണ്ടു കഴിഞ്ഞ് ഇത്ര നേരമായാലും ശരി, ഈ ഫസ്റ്റ് ഹാഫിൽ ഇന്റർവെല്ലിന് തൊട്ട് മുമ്പായിട്ട് ഇവർ 3 പേര് നിൽക്കുമ്പോൾ ഒരു സീക്വൻസ് ഉണ്ട്. ആ സിനിമയുടെ ജനർ എന്താണെന്ന് തെളിയിക്കുന്ന ഒരു ടോപ്പ് നോച്ച് സീൻ തന്നെയായിരുന്നു അത്. ആൻഡ് ഈ മനേനെ കുറിച്ച് ഉള്ള ഒരു ചരിത്രം പറയുന്ന ഒരു സീക്വൻസ് അധികം ഫ്ലാഷ് ബാക്കിലേക്ക് ക്യാരക്ടേഴ്സിനൊന്നും കാണിക്കാതെ ഒരു പിക്ചറൈസേഷൻ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് വിത്ത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ നമ്മളത് കാണുമ്പോൾ ശരിക്കും ഒരു കോമിക്സ് മറച്ചു നോക്കുന്ന രീതിയിലും ഈ കഥ വായിക്കുന്ന രീതിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ആൻഡ് അവിടെ തന്നെ എല്ലാ രീതിയിലുള്ള എഫേർട്ട് അവർ കൊടുത്തിട്ട് നമുക്ക് കാണാൻ പറ്റും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതിൽ യൂസ് ചെയ്തതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം ആ ഒരു കാലഘട്ടത്തിന്റെ ആ ഒരു എഫക്റ്റും അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രങ്ങളുടെ ഒരു അവസ്ഥയും ഒക്കെ അത്രത്തോളം ഒരു ഭീതിജനകമായിട്ട് രീതിയിൽ പല സീനിലും കൊണ്ടുവരാനായിട്ട് ഒരു ഇന്റൻസിറ്റി കാണിക്കാനായിട്ട് പറ്റി. ആൻഡ് ആ ഒരു മനയുടെ മൊത്തത്തിലുള്ള സെറ്റപ്പ്, ആർട്ട് ഡിസൈൻ, പ്രൊഡക്ഷൻ ഡിസൈൻ, എല്ലാ സെറ്റപ്പുകളും, സൗണ്ട് ഡിസൈനും ഉൾപ്പെടെ പല സീനിലും വരുന്ന മൈന്യൂട്ട് ഡീറ്റെയിൽസ് അടക്കം സൗണ്ടിൽ കൊണ്ടുവരാനായിട്ട് അവർക്ക് പറ്റി. ആ മനയുടെ ഉള്ളിലെ മൊത്തം ആർക്കിടെക്ചർ, ഒരു സീനിൽ പോറ്റി ഇങ്ങനെ ഇരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഒരു ഷോട്ട് ഉണ്ട്. ആ ഷോട്ടിന്റെ സമയത്ത് നമുക്ക് ഇവിടെ ഉമ്മറത്ത് സൈഡിലായിട്ട് തേങ്ങകളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. ചില അമ്പലങ്ങളിൽ പോയാലും ചില മനകളിലൊക്കെ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ആൻഡ് ഇവിടെയും അത് കൊണ്ടുവരാനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ട്. ഈ മനയുടെ ഉള്ളിൽ എന്താണുള്ളതെന്ന് അറിയാത്ത രീതിയിലുള്ള അർജുന അശോകന്റെ നടത്തത്തിന്റെ കൂടെ നമ്മളും ഇങ്ങനെ നടക്കുകയാണ് ഒരു അന്തവും കുന്തവും ഇല്ലാത്ത രീതിയിൽ. ആൻഡ് എല്ലാം കൊണ്ടും പടം ഗംഭീര എക്സ്പീരിയൻസ് ആണ്. മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഹൊറർ ത്രില്ലർ അല്ലെങ്കിൽ ഒരു മന്ത്രവാദമൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പടങ്ങളുടെ ലിസ്റ്റിലേക്ക് ഒരു പടം കൂടി ബ്രഹ്മയുഗം. ശ്രീകൃഷ്ണ പരന്ത് ഇപ്പൊ ഈ ഹിന്ദിയിൽ തമ്പാദ് ഇറങ്ങിയിരുന്നു. തുമ്പാദും പിന്നെ അഥർവം, ഈ സിനിമകളുടെ ഒക്കെ ഒരു വൈബായിരുന്നു പടം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ആ ഒരു ഫീല് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാനായിട്ടും ഒക്കെ പറ്റി. ആൻഡ് എന്തായാലും നിങ്ങൾ നല്ലൊരു തിയേറ്റർ സെലക്ട് ചെയ്ത് കാണുക. കാരണം നല്ല തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആൻഡ് നല്ല സൗണ്ട് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള തിയേറ്റർ സെലക്ട് ചെയ്തിട്ട് കാണാം. നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിന്റഡ് ആവില്ല. പിന്നെ പറയുന്നത് പെർഫോമൻസിലത്തെ കാര്യമാണ്. അർജുന അശോകനും സിദ്ധാർത്ഥ ഭരതനും കിട്ടാവുന്നതിന്റെ മാക്സിമം പെർഫോമൻസ് കാഴ്ചവെച്ചു. പ്രത്യേകിച്ച് അർജുന അശോകന്റെ ക്യാരക്ടറും സിദ്ധാർത്ഥ ഭരതനെ കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതിനനുസരിച്ചുള്ള ക്യാരക്ടറിനെ ഫുൾ ഓഫ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഈവൻ ഇവരുടെ സംസാരത്തിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇവരുടെ ഉള്ളിലുള്ള ടെൻഷനൊക്കെ പല സീനുകളിലും നമുക്ക് കാണാനായിട്ടും പറ്റുന്നുണ്ട്. ആൻഡ് എല്ലാം കൊണ്ടും ഞാൻ എന്താണോ പ്രതീക്ഷിച്ചു പോയത് അതെനിക്ക് ഇരട്ടിയായിട്ട് കിട്ടി. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ സിനിമ കാണും, OTT വെക്കരുത്. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. ആൻഡ് അൺടിൽ ദെൻ